പാലിയേക്കരയ്ക്ക് പിന്നാലെ പന്നിയങ്കരയിലും ടോൾ പിരിവ് നിർത്തിവെക്കാൻ നീക്കം. പാലക്കാട് കളക്ടറേറ്റിൽ ഇന്ന് നിർണായക യോഗം ചേരും. ദേശീയപാത അതോറിറ്റി അധികൃതരും കരാർ കമ്പനി അധികൃതരും പങ്കെടുക്കും. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിലെ കുഴികളും ഗതാഗത കുരുക്കും പരിഹരിക്കണമെന്ന് പി സുമോദ് MLA പറഞ്ഞു. വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാലക്കാട് നിന്നും ഇപ്പോൾ തൃശ്ശൂരിലേക്ക് ചുരുങ്ങിയത് 2.5 മണിക്കൂർ യാത്ര ചെയ്താൽ എത്താൻ വേണ്ടി സാധിക്കും. അവിടെ പ്രദേശവാസികളിൽ നിന്ന് ചില ആളുകളിൽ നിന്ന് ഇപ്പോഴും പൈസ ഈടാക്കുന്നു. സമരങ്ങളിലേക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ സമരങ്ങൾ ക്ഷണിച്ചു വരുന്ന രൂപത്തിലേക്കാണ് കരാർ കമ്പനി ഇപ്പോൾ അവിടെ നിലപാടെടുക്കുന്നത്. ഇത് അങ്ങേയറ്റം ജനങ്ങളെ കൊള്ളയടിക്കുന്ന, യാത്രാ ദുരിതം പ്രയാസത്തിലാക്കുന്ന നടപടിയാണ് ടോൾ കമ്പനി എടുക്കുന്നത്. കലക്ടർ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ജില്ലാ ഭരണകൂടത്തിൻ്റെ മേധാവി എന്ന രൂപത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ശ്രദ്ധയിൽപ്പെടുത്തുക. മറ്റു നടപടിക്രമങ്ങൾ എന്ത് വേണം എന്നത് വളരെ കൃത്യതയോടുകൂടി ആലോചിച്ച് ചെയ്യും എന്നതാണ് പറയാനുള്ള കാര്യം. ഇക്ബാൽ അറക്കൽ ചേരുന്നു സ്ഥലത്ത് നിന്ന്. ഇക്ബാൽ അറക്കൽ, ഒരു പരിഹാരത്തിലേക്ക് എത്താനുള്ള നീക്കമാണോ ഇപ്പോൾ പന്നിയങ്കരയിൽ നടത്തുന്നത്? ടോൾ പിരിവ് നിർത്തിവെക്കുന്ന തീരുമാനത്തിലേക്ക് എത്തുമോ ഇന്നത്തെ യോഗം? സുജി, അതായത് പാലക്കാട് നിന്ന് മുൻപ് തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തൃശ്ശൂർ എത്താൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഏറിപ്പോയാൽ. പക്ഷേ നിലവിൽ ഈ വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിലെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ചും കുഴി, അതുപോലെ തന്നെ ഗതാഗത കുരുക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നിലവിൽ 2.5 മണിക്കൂറോളം യാത്രാ സമയം എടുക്കുന്നു എന്നുള്ളതാണ് തരൂർ MLA ആയിട്ടുള്ള പി സുമോദ് തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ തന്നെ ഈ വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിലെ പലയിടങ്ങളിലേക്ക് എത്തി കുഴികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം കൃത്യമായി ആ മേഖലയിൽ നിന്ന് തന്നെ നമ്മൾ ഈ അധികാരികളിലേക്ക് എത്തിച്ചാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് മുമ്പിൽ തന്നെ 100 മീറ്റർക്കപ്പുറം തന്നെ വലിയ രീതിയിൽ അപകട കുഴികൾ ഉണ്ടായിരുന്നു. ആ കുഴികൾ പിന്നീട് വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ മഴയിൽ നിന്നുകൊണ്ട് അത് വെറും കോറി വേസ്റ്റ് എല്ലാം ഇട്ടുകൊണ്ട് അത് അടയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്, അത് പിന്നീട് ഒരു പ്രഹസന കുഴിയടക്കലാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോവുകയും ചെയ്തതാണ്. ഏതായാലും ഈ കുഴികളും യാത്രാ ദുരിതവും ഗതാഗത കുരുക്കും എല്ലാം കൊണ്ട് തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ആളുകൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് അതുവരെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത് വരെ ഈ പന്നിയങ്കര ടോൾ പ്ലാസയിൽ ആളുകളിൽ നിന്ന് ടോൾ ഈടാക്കുന്ന പ്രവൃത്തി അത് കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും നിർത്തിവെക്കണമെന്നുള്ളതാണ് പി സുമോദ് MLA ഉൾപ്പെടെയുള്ളവർ പറയുന്നതിലും എനിക്കൊപ്പം ഇപ്പോൾ വടക്കഞ്ചേരിയിലെ ആളുകൾ തന്നെ ചേരുന്നുണ്ട്. നിങ്ങളെല്ലാം നേരത്തെ ഒരുപാട് സമരങ്ങൾ നടത്തിയത്, പക്ഷേ ഇപ്പോൾ ടോൾ നിർത്തിവെക്കണമെന്ന രീതിയിലേക്ക് ആവശ്യം കടക്കാൻ ഈ കുഴികളും യാത്രാ ദുരിതം തന്നെയാണോ? ഇവിടെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു പാലിയേക്കരെ സംബന്ധിച്ച്. അവിടെ 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്കിവിടെ ആവശ്യപ്പെടാനുള്ളത് ഇവിടെ കുറഞ്ഞത് 4 മാസത്തേക്കെങ്കിലും നിർത്തിവെക്കണം. കാരണം 2012 അവിടുത്തെ ടോള് പാലിയേക്കരയിൽ അത് കമ്മീഷൻ ചെയ്യുമ്പോൾ ഏകദേശം ജോലികളെല്ലാം പൂർത്തീകരിച്ചിട്ടാണ് ചെയ്തത്. മേൽപ്പാലങ്ങളുടെ പണി മാത്രമാണ് ഇപ്പോൾ അവിടെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഡ്രെയിനേജ് സിസ്റ്റമോ അല്ലെങ്കിൽ സർവീസ് റോഡുകളോ ഒന്നും തന്നെ പൂർത്തീകരിക്കാതെയാണ് ഇവിടെ ടോൾ പിരിവ് തുടങ്ങി. കുഴികളും അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ റോഡുകളും ഇതോടെ തകർച്ചയും ഓരോ ഭാഗത്തുള്ള ബ്ലോക്കുകളും 8-10 മണിക്കൂറുകളോളം ബ്ലോക്കിലാണ് ഇപ്പോൾ മറ്റു വാഹനങ്ങൾ കാത്തു കെട്ടി കിടക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ സർക്കാർ എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എല്ലാം കൂടെ ചേർന്നൊരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും അത് ഏറ്റവും നല്ലൊരു ടെക്നിക്കൽ കമ്മിറ്റിയെ രൂപീകരിച്ചുകൊണ്ട് ആ കമ്മിറ്റി വേണം ഈ ടോള് പിരിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ. ഇവിടെ എന്തെല്ലാം ന്യൂനതകളാണ് ഉള്ളത് എന്നുള്ളത് അത് കണ്ടെത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ഈ ടെക്നിക്കൽ കമ്മിറ്റി തയ്യാറാണ്. കളക്ടർക്ക് ഉൾപ്പെടെ കത്ത് പി സുമോദ് MLA നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കളക്ടർ ഈ വിഷയത്തിൽ ഇടപെടണം. തീർച്ചയായും നേരത്തെ കുറച്ച് നാൾ മുമ്പ് ഇവിടെ സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ മുഴുവൻ അട്ടിമറിക്കപ്പെട്ടു. നിലവിൽ ഇവിടെ 9.5 കിലോമീറ്റർ വരെ സൗജന്യം പറഞ്ഞിരുന്നായിരുന്നു. ഇപ്പോൾ തദ്ദേശവാസികളെ ആളുകൾക്ക് രേഖകൾ പോലും ഇവർ വാങ്ങിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ദുരിതത്തിലാണ്. മണിക്കൂർ കണക്കിനാണ് ഇവിടുത്തെ ഗതാഗത പ്രശ്നം. കുഴിയും താണ്ടണം, ഈ ഗതാഗത കുരുക്കും അനുഭവിക്കണം, ടോളും നൽകണം. അതാണ് അവസ്ഥ. വലിയ ഗതികേടിലേക്കാണ് നാട് പോകുന്നത്. ഒരുപാട് പരാതികളായിട്ട് നിരവധി തവണ എന്ന് പറഞ്ഞാൽ ഇവർ ടോൾ പിരിവിന് മാത്രം യാതൊരു ബുദ്ധിമുട്ട് വരുത്തുന്നില്ല. എന്ന് വെച്ചാൽ യാതൊരു തടസ്സം അവിടെ വരുന്നില്ല. എത്രയും പെട്ടെന്ന് ഇതിൽ അടിയന്തരമായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ജനപ്രതിനിധികളും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു തീരുമാനം എടുക്കുക തന്നെ വേണം. നിലവിൽ തൃശ്ശൂരേക്ക് യാത്ര ചെയ്യുന്നവരൊക്കെ ഒരുപാട് സമയം എടുത്താണ്. 4 സ്ഥലങ്ങളിലാണ്. ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന വലിയൊരു പ്രശ്നം വാണിയമ്പാറയിൽ മേൽപ്പാലത്തിൻ്റെ മണ്ണ് ഫില്ല് ചെയ്യുന്ന ആ ജോലികളിലേക്ക് കടക്കാൻ പോവാണ്. ഇപ്പോൾ അവിടെ സൈഡിൽ അല്പം വീതിയുള്ള മറ്റേ റോഡാണ് ഉള്ളത്. പക്ഷേ ഇനി മേൽപ്പാലങ്ങളുടെ പണി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിൽ മണ്ണിടൽ ഒക്കെ എന്താ പറയുക തുടങ്ങിക്കഴിയുമ്പോൾ ഇനി അവിടെ റോഡ് നാരോ വേ ആയിട്ട് മാറുകയും അതിലൂടെ കടന്നു പോകുന്നത് ഏറെ ദുഷ്കരമാവുകയും വലിയ ഗതാഗത കുരുക്കിന് സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. പ്രവർത്തികളെല്ലാം തീരും വരെ ടോൾ വാങ്ങുന്നത് നിർത്തണമെന്നുള്ളത്
അടിയന്തരമായി നിർത്തിവെക്കണം എന്നുള്ളതാണ്. 4 മാസത്തേക്ക് നിർത്തിവെച്ചുകൊണ്ട് എന്തെല്ലാം ന്യൂനതകളാണ്, എന്തെല്ലാം വിഷയങ്ങളാണ് പരിഹരിക്കാനുള്ളത്, ഇത് മുഴുവൻ പരിഹരിച്ചുകൊണ്ട് മാത്രമാണ് ഇനി ടോൾ പിരിക്കാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതാണ് ഈ നാട്ടുകാരുടെ, ഈ പ്രദേശവാസികളുടെ, പ്രത്യേകിച്ച് വ്യാപാരികളുടെ എല്ലാം ഒരു പ്രത്യേക ആവശ്യം എന്ന് പറയുന്നത്. ഇവിടെ റോഡിൽ കുഴിയുണ്ട്, ഗതാഗത അതാണ് ഈ ദേശീയപാത കുഴിയുണ്ട്, കുപ്പിക്കഴുത്താണ്, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. നാട്ടുകാർക്ക് ഈ കുഴിയെങ്കിലും ഒന്ന് അടച്ചു കൊടുത്തിട്ട് വർത്താനം പറയുകയാണെങ്കിൽ നന്നായിരുന്നു.